അറിയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ തിരക്കാനും പോകുന്നില്ല. കാരണം അങ്ങനെ തിരക്കിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ആർക്കെതിരെ എന്ത് പണിമുടക്ക് നടത്തിയെന്ന് പറഞ്ഞാലും നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് 10 രൂപ കിട്ടുള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ, ഈ പണിമുടക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ സാധാരണക്കാരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നവന് സുഖമായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് ബൈക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോലും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ വീട്ടിലിരിക്കുക, അല്ലേ? ഭാര്യമാർക്ക്, പിന്നെ ഭാര്യമാർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒന്ന് കാണാൻ കിട്ടും. അതാണ് ഏറ്റവും വലിയ സത്യം അത് തന്നെയാണ്. ഈ ഭാര്യമാർക്ക് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഭർത്താവ് മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ, നേരം വെളുത്തിറങ്ങി പോകണവൻ ചിലപ്പോൾ പച്ചപ്പാരൊക്കെ ആയിരിക്കും കയറി വരുന്നത്. മനസ്സിലായി? നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ഇവിടെ മനുഷ്യന്ന് ചോദിച്ച് മടുത്ത് കാണും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിൽക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ബീവറേജ് ഇല്ല, പെട്രോൾ ബങ്കില്ല, മറ്റുള്ള ഒരു സ്ഥാപനമില്ല, ഒരു കടയില്ല. അതാകുമ്പോൾ തലേ ദിവസം ഒരു ചെറുതൊക്കെ മേടിച്ച് സെറ്റാക്കി വീട്ടിൽ തന്നെ വെച്ചിട്ടിരുന്ന് പതുക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും, അല്ലേ? വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ പണിമുടക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ദേശീയ ഉത്സവമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ ഒരു സുഖം വേറെയാണ്. നമ്മൾ ക്രിസ്മസും ഓണവും പിന്നെ ഈ പറയുന്ന പോലെ മറ്റുള്ള വിഷുവൊക്കെ ആഘോഷിക്കുന്നത് പോലെ തന്നെ ദേശീയ പണിമുടക്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരു 2 എണ്ണം ഒരു വർഷത്തെ ആവശ്യമാണ്. അതൊരു സുഖം തന്നെയാണ് കേട്ടോ. പക്ഷെ മണ്ടത്തരമായിപ്പോയി. ഇതൊക്കെ ഇത്തിരി കൂടെ ഒന്ന് സെറ്റപ്പായിട്ട്, അതായത് ജനങ്ങളിലേക്ക് നല്ല രീതിയിലൊന്ന് അറിയിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇച്ചിരി ഡ്രസ്സൊക്കെ എടുത്ത് തുണിയൊക്കെ എടുത്ത്, അല്ലേ, ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ആഘോഷമാക്കാമായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കോടിയൊക്കെ കൊടുത്ത് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നല്ലേ? എൻ്റെ മുട്ട. എന്തായാലും ഇപ്പം നമ്മുടെ ബീച്ചിൽ ഈ സൂര്യൻ താഴോട്ട് പോയി, മച്ചാൻ താഴോട്ട് പോയി. പുള്ളിക്ക് പണിമുടക്കും കാര്യങ്ങളൊന്നും പുള്ളി കേൾക്കത്തില്ല. അങ്ങനെ അദ്ദേഹം താഴോട്ട് പോയിട്ട് ഇപ്പോൾ ഡാർക്കായി വരെയാണ്. അപ്പോൾ ക്യാമറയുടെ വെട്ടം കുറയും. ഓക്കെ, അപ്പം ഞങ്ങളിതിപ്പോൾ എൻ്റെ വൈഫ് അവൾ 2 ഐസ്ക്രീം മേടിക്കാൻ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പണിമുടക്ക് ആശംസകൾ. ഓക്കെ.